പറഞ്ഞോളൂ. ഓക്കെ സാർ. സാറേ, എനിക്ക് കുറച്ച് 2 കാര്യങ്ങൾ സാറിൽ നിന്ന് അറിയണം. ഒരു ഉത്തരം കിട്ടണം. സാർ, കുറച്ച് നാളോടെ ഞാൻ അതിന്റെ പുറക്കെയാണ് സാറേ. കാരണം അപ്പൊ ഞാൻ എന്റെ ബാല്യം തൊട്ട് പറഞ്ഞു വരണം, എന്നാലും ഒരു പറയണേ. കാരണം വെച്ചാല് നമുക്ക് ഒരുപാട് സമയം ഉണ്ടാവില്ല. ഷോർട്ടായിട്ട് വേണ്ടത് മാത്രം പറയില്ല, പ്രസക്തമായത് മാത്രം. ഓക്കെ. എനിക്ക് കുഞ്ഞിലെ തൊട്ട് എനിക്ക് സ്വാമിമാരെ, അഘോരികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവരെ കാണാനൊക്കെ, അവരുടെ ന്യൂസുകൾ വന്നെടുത്ത് വായിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആ ലെവലിലാണ്. അപ്പം രാത്രിയൊക്കെ ഇങ്ങനെ ഒരു 3-4 മണിക്ക് 2 മണി 2 തൊട്ടൊക്കെ ഞാൻ ഉണർന്നിട്ട് തിരിഞ്ഞു കിടക്കും. എന്റെ ജീവിതകാലം ഇപ്പോഴും അന്ന് മുതലേ ഉള്ള ശീലം അതാ. ഉണരുകയൊക്കെ കിടക്കും, ഈ ടൈമിൽ ഉണരും, പിന്നെ തിരിഞ്ഞു കിടക്കുകയും ചെയ്യും. ഉണരുന്നത് എനിക്ക് അറിയാൻ പോകുന്നുണ്ട്, തിരിഞ്ഞു കിടക്കും. അപ്പം ഒരു 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് അപ്പം ഞാൻ ഈ സ്വാമിമാരെ കാണാം. അപ്പം നമ്മളെ ശ്രീരാമ ഗുരുവിനെ കാണുമ്പം അവരെ മുമ്പിൽ വെച്ച് അപ്പൊ എനിക്ക് തോന്നല് ഞാൻ ഇതല്ല. അന്ന് എനിക്ക് ചെറുത്, എനിക്കറിയില്ല. അപ്പൊ എന്റെ തോന്നൽ ഇതാണ്, ഞാൻ ഇതല്ല, ഞാൻ എവിടെ ഇരുന്ന് തപസ് ചെയ്യുകയാണ്, ഇത് ഞാനല്ല എന്നാണ് എന്റെ ചിന്ത വരുന്നത് അന്ന്. പക്ഷെ ഞാൻ ആരോടും പറഞ്ഞില്ല, പക്ഷെ എന്റെ മനസ്സിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ അത് കാണുമ്പോഴൊക്കെ അങ്ങനെ ഒരു ദിവസം ഞങ്ങളെല്ലാം കുടുംബക്കാരെല്ലാം കൂടെ ശിവഗിരി പോവാണ്. ശിവഗിരി പോകുന്ന സമയത്ത് അവിടെ ശിവഗിരി മഠമുണ്ട്, വിദ്യാപീഠം എന്ന് പറഞ്ഞ ഇതുണ്ട്. അന്നൊരു താഴെ ബുക്ക് സ്റ്റാളാണ് അവിടെ. അന്ന് അതാണ് ഓർമ്മ, ബുക്ക് സ്റ്റാളിൽ കുറെ ബുക്കുകൾ ഇരിപ്പുണ്ട്. മുകളിലൊരു പ്ലെയിൻ ഏരിയ ഉണ്ട് ബിൽഡിങ്ങിന്റെ. അതൊരു ഓർമ്മ. അത് എന്റെ ജീവിതകാലം മൊത്തവും ഇങ്ങോട്ട്, അന്ന് എന്റെ 12 വയസ്സിലാണ് ഞാൻ പോകുന്നത്. ജീവിതകാലം മൊത്തം ഇങ്ങോട്ട് വരുന്ന സമയം വരെ ഈ വരെ അപ്പൊ ഇങ്ങനെ ഓർമ്മ ഇടയ്ക്ക് ഇങ്ങനെ വരും. അപ്പോഴ് ഞാൻ കൊല്ലമാണ്, എന്റെ സ്ഥലം കൊല്ലമാണ്. അപ്പം എന്നെങ്കിലും പോകണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക് അപ്പോഴേ, ഇത്രയും വർഷമുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പം കല്യാണം കഴിഞ്ഞിപ്പം പരവൂരിലോട്ട് മാറി. എന്നിട്ട് പോലും ഞാൻ ഇത്രയും വർഷമായിട്ട് അവിടെ കയറിയിട്ടില്ല. പക്ഷെ അതിലൂടെ പാസ് ചെയ്ത് പോകും, ആഗ്രഹമുണ്ട് കയറണം, പക്ഷെ നടക്കൂല. പോവാറുണ്ട്. 12 വയസ്സിൽ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് സാറ് പിന്നെ പോയിട്ടില്ല. പോവാൻ അതിലെ പാസ് ചെയ്ത് പോകും, ഞാൻ കയറൂല. ആഗ്രഹം ഇപ്പൊ ഇങ്ങനെ ഓർമ്മ വരും എനിക്ക്. ആ ബുക്ക് സ്റ്റാളൊക്കെ ഓർമ്മ വരും, ഇങ്ങനെ ഓർമ്മ വന്നോണ്ടേ ഇരിക്കും ഇടയ്ക്കിടയ്ക്ക്. ഞാൻ കയറിയിട്ടേ ഇല്ല. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ ഒരു 4 വർഷത്തിന് മുമ്പേ ഒരു ഇന്റർവ്യൂവിൽ ഒരു മെഡിറ്റേഷന്റെ ക്ലാസ് കണ്ടു സാറേ. ക്ലാസ് കണ്ടിട്ട് അപ്പൊ ഞാനന്ന് അറ്റൻഡ് ചെയ്തു. ഒരു 6 ദിവസത്തെ ക്ലാസ്സാണ് കണ്ടത്. അത് അറ്റൻഡ് ചെയ്തിട്ട് ഒരു 5 ദിവസം വെയിറ്റ് ചെയ്യാനൊക്കെ ആയി. എന്നിട്ട് അപ്പം മെഡിറ്റേഷൻ ചെയ്യാൻ അവർ പറഞ്ഞു. അങ്ങനെ ഞാൻ ഈവനിങ് രാത്രി ഇരിക്കുമ്പം അവർ പറഞ്ഞ രീതിയിൽ ഇരുന്ന് മെഡിറ്റേഷൻ. ഞാൻ ഒന്നും പറയുന്നില്ല, ആരുടെ പേരൊന്നും പറയുന്നില്ല സാറേ. അപ്പൊ ഞാൻ ഇരുന്നപ്പം കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ കാലിൽ കൂടെ, പുറത്താണ് ഇരിക്കുന്നത്, വീടിന്റെ മുകളിൽ അല്ലേ? ടെറസിന്റെ മുകളിൽ. ഞാൻ ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത്. ഗൾഫിലാണ് ചെയ്യുന്നത്. ഞാൻ ഓൺലൈൻ ക്ലാസ് വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ മനസ്സിലായി. ഓക്കെ. അപ്പൊ ഞാൻ അപ്പോൾ ഇരുന്ന് കുറച്ച് കഴിയുമ്പോൾ കാലിന്റെ തടിയിൽ ഒരു തരിപ്പ് കയറിയിട്ട് മുകളിലോട്ട് പോയി. തല മൊത്തം എനർജി ആയിരുന്നു. അങ്ങനത്തെ ഒരു പൊന്നീച്ച വർക്കുവാ തല മൊത്തം. കുറച്ച് കഴിഞ്ഞപ്പോഴേ പിന്നെ അന്ന് ഞാൻ ഉറങ്ങിയില്ല. 2:30-3 മണി കഴിഞ്ഞ 2:30-3 പുറത്ത് കഴിഞ്ഞ് ഉറങ്ങാൻ പറ്റി എനിക്ക്. അത് ഉറങ്ങാൻ പറ്റുന്നില്ല എനിക്ക്. അന്നത്തെ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഞാൻ ഇരിക്കുമായിരുന്നു. രാവിലെ ഇരിക്കേണ്ട സമയം ഉണ്ടായിരുന്നു. സൂര്യനെ നോക്കി ഇങ്ങനെ ഇരുന്നപ്പം ഇരുന്ന ഉടനെ സാറേ എന്റെ ബോധം പോയിട്ട് എന്നെ കാണിച്ചു തരുന്നിട്ട് നല്ല കുന്ന് ഇങ്ങനെ നമ്മൾ സ്റ്റെപ്പ് വെട്ടത്തില്ലേ, സ്റ്റെപ്പ് വെട്ടി ആ വെട്ടി ഇങ്ങനെ നിൽക്കുന്ന കുന്ന്. അതിനകത്ത് മൊത്തവും നല്ല പച്ച നമ്മളെ പുല്ലുകൾ ഇങ്ങനെ നിൽക്കുക. സ്റ്റെപ്പ് ഇങ്ങനെ പോവുക. ആ പച്ച കുന്ന് ത്രികോണാകൃതിയിലാണ് കുന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കുന്ന്. നല്ല ഗ്രീൻ, നല്ല രസമാണ് കാണാൻ. നമുക്ക് വർണ്ണിക്കാനൊന്നും പറ്റില്ല. അത് കാണിച്ച ഉടനെ പെട്ടെന്ന് അത് മാറ്റിയിട്ടുണ്ടല്ലോ, ഭൂമിയെ കാണിച്ചെന്ന്. ഭൂമി ഇങ്ങനെ വെട്ടി തിളങ്ങുന്നത് പിക്ചറിലൊക്കെ കാണാൻ നടക്ക് നല്ല. ഞാൻ അടുത്ത് നിന്ന് നോക്കുന്ന നടക്കാം കാണിക്കും. അതും ഭൂമി ഇങ്ങനെ കറങ്ങുന്നതും കാണിക്കുന്നത് എന്നെ കാണിച്ചിട്ട് ഭൂമി അത് 3-1 ഭാഗമായിട്ട് മാറ്റിയിട്ടുണ്ടല്ലോ. ഈ കുന്നിനെ എടുത്ത് അത് പ്രതീക്ഷിച്ച് 3-1 ഭാഗമായിട്ട് കട്ട് ചെയ്ത് മാറ്റി നമ്മൾ നേരത്തെ കണ്ട കുന്നിനെ അവിടെ പ്രതീക്ഷിച്ച് അത് കാണിച്ച ഉടനെ എന്ത് ചെയ്തു, എന്റെ ഫ്രണ്ടിൽ ഒരു കർട്ടൻ വന്ന് വീഴുന്നു. പിങ്ക് കളറ്, നമ്മളെ തിയേറ്ററിലെ കർട്ടൻ നോക്കാം, പഴയത്, ഇപ്പോഴത്തെ അല്ല. ആ പിങ്ക് കളറിലെ കർട്ടൻ വന്ന് വീഴുക. പെട്ടെന്ന് കട്ടിയുള്ള കർട്ടൻ വന്ന് വീഴുക.
ഞാൻ കട്ടൻ കാണുന്നു, കട്ടൻ ഇങ്ങനെ ഇളകി കളിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ചെറിയൊരു കറുത്ത സ്പോട്ട് വരുന്നു. അത് നമ്മൾ ചന്ദനത്തിരി കുത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് വരുന്ന സ്പോട്ട് പിന്നെ വലുതായി വലുതായി വന്നിട്ടുണ്ടല്ലോ. എന്റെ ഹൃദയത്തിന്റെ അടുത്തുനിന്ന് ഒരു ചെറിയ കുരുവി അകത്തോട്ട് കയറി പോവുക. അകത്ത് അത് പോകുന്ന കൂട്ടത്തിൽ ഞാൻ വിഷ്വൽ കാണുക, അതിനകത്തുള്ള വിഷ്വൽ കാണുക എന്ന് വെച്ചാൽ അകത്ത് നല്ല മഞ്ഞ പൂക്കളിങ്ങനെ നിൽക്കുക. കൂടുതൽ എന്നെ കണ്ടില്ല, ആ അകത്തോടെ ആ ഹോളിലൂടെ എനിക്ക് കാണാൻ പറ്റും നല്ല പൂക്കൾ, മഞ്ഞ പൂക്കൾ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് ബോധം വരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാവും ഞാൻ എവിടെയോ ഇരുന്ന് നോക്കുവാന്ന്. അതാണ് തെളിവ് തന്നിട്ട് പോകുന്നത്. ഞാൻ ഇത് ഉറങ്ങുവല്ല, ഇമാജിൻ ചെയ്യുവല്ലെന്ന്. അപ്പൊ എനിക്ക് ബോധം വന്നപ്പോഴാണ് ഞാൻ ചിന്തിക്കുകയാണ്, ഞാൻ എവിടെയോ നിന്ന് കാണുമല്ലോ, വലിയ കണ്ണുകൂടെ കാണുക. അപ്പോഴത്തേക്ക് ഞാൻ തിരിച്ചു വന്നു, ബോഡി വന്നു. അതിനുശേഷം വേറെ അനുഭവങ്ങളൊന്നുമില്ല. ഇരിക്കും, കുറെ എക്സസൈസ് കിട്ടാറുണ്ട്, അത് ചെയ്ത് ഞാൻ പോവാറുണ്ട്. അല്ലാതെ കുറച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ മെഡിറ്റേഷൻ വിട്ടെന്ന് വെച്ചാൽ കുറച്ച് അതിന്റെ അവർ പറഞ്ഞ കാലാവധി കഴിഞ്ഞു. ഞാൻ പിന്നെ ഒരു വർഷത്തേക്ക് പിന്നെ പോയില്ല. പിന്നെ ഇറച്ചി മീനൊക്കെ കഴിച്ചു തുടങ്ങി പോയി. അത് കഴിഞ്ഞ് സാറേ 1 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് നാട്ടിൽ വന്നു. ലീവിന് വന്നപ്പോൾ മക്കളൊന്നുമില്ല, മക്കളും ഭാര്യയൊക്കെ എവിടെ കണ്ട് പോയപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ച് ഒന്ന് ചായ കുടിക്കാൻ വെളിയിൽ പോകാമെന്ന് വെച്ചു, ചിന്ത വരിക. അങ്ങനെ ഞാൻ വൈകുന്നേരത്ത് ചായ കുടിക്കാൻ വെളിയിൽ പോകുന്ന ടൈമിൽ ചായ കുടിച്ചിരുന്നപ്പം പിന്നെയും ടൈം കിടക്കുന്നു. അപ്പം പറയും ശിവഗിരിയിലൊന്ന് പോയാലോ. അപ്പം ഞാൻ നേരെ ശിവഗിരിയിലോട്ട് പോകുന്നു. ശിവഗിരിയിലോട്ട് പോകുന്ന വഴിക്കാണ് ഞാൻ അന്ന് പറഞ്ഞ സാറേ ആ വിദ്യാപീഠത്തിൽ എത്തിയപ്പോൾ ഞാൻ സ്വയം എന്താ ഇന്നൊന്നും ഇവിടെ പേടിച്ച് കയറും അവിടെ. കാരണം എത്രയും വർഷത്തിന് മുമ്പേ 35 വർഷമായിരുന്നു ഇപ്പം കയറുമ്പം. അങ്ങനെ ചെല്ലുമ്പോ ഒരു സ്വാമി അവിടെ നിന്ന് വിളിച്ച വാന്ന്. അപ്പം പിന്നെ ഇപ്പോഴായിട്ട് അപ്പോഴാണ് ഞാൻ അറിയുന്നത് അത് സമാധിയായിരുന്നു, സമാധി സ്ഥലമായിരുന്നു. പിന്നെ ഇപ്പോഴും ടച്ച് ഉണ്ട് അതുമായിട്ട്. അതിനുശേഷം സാറേ ഞാൻ തിരിച്ചു വന്നതിന് ശേഷം എനിക്ക് ഒന്നിനോടും അറ്റാച്ച് ഇല്ല, സ്പിരിച്വലോട്ടും ഒരു പോക്കാണ്. പിന്നെ നമ്മള് ഫേസ്ബുക്കോ അങ്ങനെ ഒന്നും നോക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ മൊത്തം സ്പിരിച്വലിലോട്ട് പോയിക്കൊണ്ടിരിക്കുക, പിടിക്കാൻ കിട്ടുന്നില്ല, അതിലോട്ട് ഇങ്ങനെ ഒഴിക്കൊണ്ട് പോവാം. അപ്പൊ അത് ഇങ്ങനെ പോയി അതിലൂടെ പോകുന്ന ഞാൻ ഒരു ശരി നന്നാണ് ശരി എക്സസൈസും മെഡിറ്റേഷനും കൂടെ ചെയ്യാൻ ചുമ്മാ ഇരുന്നിട്ട് ചെയ്യാന്ന് വെച്ചു. അങ്ങനെ ഇരുന്ന് ഒരു സൈഡിൽ ചെയ്തതിന് ശേഷം എന്റെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തതാ. എക്സസൈസ് ചെയ്തിട്ട് ശരിയായി കണ്ണടച്ചിരുന്നപ്പം മൂലാധാരത്തിൽ ഭയങ്കര ഇടി അടിച്ചിട്ട് പിറ്റേ ദിവസം 2 ദിവസം എനിക്ക് ഒരാഴ്ച പനി അടിച്ചു പോയി. പനി അടിച്ച് കിടന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ആരെങ്കിലും ഗുരുവിന് എന്തെങ്കിലും ഇത് ചെയ്യുന്നില്ല. അങ്ങനെ വേറൊരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ട് സാർ അങ്ങനെ ഒരാഴ്ച പനി അടിച്ച് കിടന്നതിന് ശേഷം ഞാൻ പിന്നെ ഒരു ക്ലാസ് കയറിയിട്ട് ഈ ക്രിയയുടെ പഠിച്ചിട്ട് അത് ചെയ്യാൻ തുടങ്ങി. ക്രിയ ചെയ്യാൻ തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വണ്ടിയിൽ ഇരിക്കുന്ന സമയത്തല്ല മൂലാധാരത്തിന് ഒരു സാധനം ഇടിച്ചു കയറി മോളിൽ പോകും. നല്ല അപ്പോഴത്തേക്ക് നമ്മൾ ശരീരമൊക്കെ പൊളഞ്ഞു പോകും. നല്ല സുഖമാണ് കയറി മോളിൽ പോകുമ്പോൾ. അങ്ങനെ ഒരു 3-4 വട്ടം എനിക്കത് പാസ് ചെയ്ത് പോയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പളനിക്ക് പോകുന്നത് സാറേ. ഞാനും എൻ്റെ മോനും മൂത്ത മോനും 2 സുഹൃത്തുക്കളൊക്കെ പളനി പോവാം. പളനി ചെന്ന് ആള് കുറവാണ്, 100 രൂപ ടിക്കറ്റ് എടുത്ത് 110 രൂപ ടിക്കറ്റ് എടുത്തിട്ട് കയറുക. ഫ്രണ്ടിലും ആളുണ്ട്, ബാക്കിലാണ്, അതിന് കുറച്ച് ആൾ വരുന്നുണ്ട്. അപ്പം ഞാൻ കാണുന്ന ഒരു പാസ് വേ അവിടെ നിന്ന് മുട്ടുന്നുണ്ട്. അതിലൂടെ ഒരു സെക്യൂരിറ്റി നടന്നു വരുന്നത്, അയാൾ ഇങ്ങനെ നടന്നു വന്നിട്ട് അവിടെ തുറന്നിട്ട് അതിന്റെ അപ്പുറത്ത് ഒരു ഡോറും ഉണ്ട്, അത് തുറന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞ് അകത്തോട്ട് കയറാൻ പറഞ്ഞു. ഞാൻ തുറന്ന അയാളെ സീറ്റ് കഴിഞ്ഞിട്ട് നമ്മളെ അകത്തോട്ട് കയറ്റി വിട്ട് നമ്മളെ വരികളുണ്ടല്ലോ, വരികൾ കയറ്റി വിടുക. അകത്തേക്ക് കയറുക. അത് കഴിയുമ്പോൾ താഴെ നിന്നൊരു പാസ് വേ വരുന്നു, അത് കണക്കൊരു വരി വന്നിട്ട് വന്ന് ഇത് മുട്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് വേറൊരു വരിയിലോട്ട് ഷോർട്ട് കട്ട് ഉണ്ട്, അവിടെ കയറി പോകാൻ പറ്റുന്നു. ആ ഡോർ തുറന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങോട്ട് കയറിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ ആ ഘട്ടത്തിൽ എന്നെ കയറ്റിയപ്പോഴത്തേക്ക് ഞാൻ കാണുന്ന വെച്ചാൽ ഈ സ്വർണ്ണ മഴയുണ്ടല്ലോ, സ്വർണ്ണ മഴ. അപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ആനന്ദം വെച്ചാൽ എനിക്ക് തിരിയാനും വയ്യ മറിയാനും വയ്യ, ഒരു ആനന്ദത്തിലായി. അപ്പോൾ ഞാൻ കാണുന്ന ഒരു സ്ക്വയറിലാണ് വന്നത്, ദീർഘ സ്ക്വയറാണ്, നീളത്തിലുള്ള സ്ക്വയറാണ്. അതിലോട്ട് മഴ വന്ന് വീഴുവാണ്, സ്വർണ്ണ മഴയാണത്. പക്ഷെ എനിക്ക് ഭയങ്കര ആനന്ദം, എനിക്ക് തിരിയാനും വയ്യ. അപ്പൊ എന്റെ ചിന്ത ഒന്നേ ഉള്ളൂ, അപ്പോൾ ചിന്ത മോൻ കയറിയോന്ന് അറിയാൻ വയ്യ, എന്നെ മാത്രമേ കയറ്റിയോളൂ. അപ്പൊ അത് എനിക്ക് എന്നിട്ട് തിരിഞ്ഞു നോക്കാൻ വയ്യ എനിക്ക്. അപ്പൊ ആ ആനന്ദത്തിലൂടെ ഞാൻ കടന്ന് ഈ ഫേസ് കഴിഞ്ഞ് അപ്പുറത്തെ ഡോറിലോട്ട് കയറുന്നവരെ എനിക്ക് ആനന്ദം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അത് തീർന്നു. അപ്പോഴാണ് നോക്കുന്നത് എൻ്റെ കൂടെ വന്ന 3 പേര്, എന്റെ 2 സുഹൃത്തുക്കളും അവർ കയറ്റിവിട്ടു, വേറെ ആരെയും കയറ്റിവിട്ടില്ല. മോനെ 2 പേരുടെ സുഹൃത്തുക്കളെ മാത്രമേ.
അപ്പൊ അവര് ചോദിക്കുകയും ചെയ്തു, ഇതെന്ത് കിട്ടിയാ നമ്മളെ മാത്രം കേട്ട്. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, ഞാൻ നേരത്തെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചുമ്മാ തമാശയും പറഞ്ഞിട്ട് പോവാ. ആ ഒരു അനുഭവം എനിക്ക് മുരുകന്റെ അടുത്ത് നിന്ന് കിട്ടി. അത് കഴിഞ്ഞ് തിരിച്ച് രണ്ടാമത് അടുത്ത വർഷം മുരുകനെ കാണാൻ പോയപ്പോഴും വേറൊരു അനുഭവം എന്തെന്ന് വെച്ചാൽ സാറേ, ഞങ്ങള് രാവിലെ പോയി നിൽക്കുക. അപ്പൊ ഇങ്ങനെ ഓരോ കൂപ്പുകളുണ്ടല്ലോ, ഇത്ര പേരെ നിർത്തിയിട്ട് തുറന്നു വിട്ട് നിന്നു. അപ്പൊ ലാസ്റ്റ് കൂപ്പയിലെത്തിയപ്പം ബാക്കിയുള്ള ഒരു 10-20 മിനിറ്റ് കൊണ്ട് തുറന്നു വിടുന്നതാ. ലാസ്റ്റ് കൂപ്പയിൽ ഞങ്ങൾ 1.5 മണിക്കൂർ കൂടെ ഇരുത്തിയിരുന്നു അവിടെ. ഞങ്ങളെ ലാസ്റ്റ് ഉള്ളത്. അത് കഴിഞ്ഞ് സാറേ നമ്മൾ കയറ്റി വിടുമ്പം മുകളിൽ ചെന്നപ്പോണ്ടല്ലോ, നമ്മൾ പൈസ കൊടുക്കുന്ന സാധനം ക്ലോസ് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് കയറുന്നുണ്ടല്ലോ, അതിലൂടെ നമ്മളെ കയറ്റി വിട്ട്. നമ്മളെ ഇരുന്നാൽ മാത്രം കയറ്റി വിട്ട്. അപ്പൊ അവിടെ പൂജ നടക്കുമായിരുന്നു. അതായത് ശംഖ് വെച്ചിട്ടുള്ള എത്രയോ നല്ല ശംഖുകളാണ്, വിളുവിളായിരിക്കും ശംഖിനകത്ത്. പൂവ്, ചെറിയ റോസാപ്പൂ വെച്ചു. ഇത് ഭംഗിയാന്നറിയോ, ആ ഒരു എന്തോ ഒരു പൂജ നടക്കുക. അതിന്റെ അകത്തൂടെ നമ്മളെ കയറ്റി വിട്ടത്. ബാക്കിയുള്ളവരെല്ലാം നേരെയും കയറ്റി വിട്ടത്, നമ്മളെ ഇരുന്ന കൂപ്പ മാത്രം അവരെ മാത്രം ഇതിനകത്തൂടെ കയറ്റി വിട്ട് ഫ്രീ ആയിട്ട്. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത്, പൈസ കൊടുത്തിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് പോകുന്നതാണ്, എന്തായാലും പൊട്ടം പറഞ്ഞു. അപ്പോൾ അത് കാണാൻ വേണ്ടി മുരുകൻ 2 വട്ടം. മൂന്നാമത് ചെന്നപ്പോ സാറേ വരുന്ന വെച്ചാൽ എനിക്ക് സ്മെല്ല് പെട്ടെന്ന് പിടിക്കുന്നുണ്ട്. അപ്പൊ ചന്ദനത്തിരിയുടെ സ്മെല്ല് എനിക്കിവിടെ മൂക്കിന്റെ അടുത്തുകൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകും. ഞാൻ നോക്കുമ്പോ അവിടെ നിന്ന് ആരും കാണത്തില്ല, നല്ല പാസ് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ ഒരു അനുഭവം അവിടെ ഉണ്ട്. ഇനി മെയിൻ പ്രശ്നം എടുത്ത് വരുന്ന വെച്ചാൽ, ഞാൻ മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോ സാറേ എനിക്ക് ഒന്നും കാണാൻ പറ്റത്തില്ല, ഇരുട്ടാണ്, ബ്ലാങ്ക് ആണ്. അല്ലാതെ ഞാനൊരു ബുക്കൊക്കെ വായിക്കുന്ന ആളാണ് സാറേ. ബുക്കൊക്കെ വായിക്കുമ്പോഴല്ലേ ഞാൻ വായിക്കുന്ന സാധനം ഞാൻ മനസ്സിൽ ആ വിഷ്വൽ കണ്ടാ പോകുന്നത്. ഒരു വായിച്ചൊക്കെ യുദ്ധം വന്ന ആ വിഷ്വൽ നമ്മുടെ മനസ്സിൽ കാണും, ക്ലിയർ ആയിട്ട് തന്നെ കാണും. പക്ഷെ മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ ഒരു വിഷയിലും ഇരിക്കില്ല, ഡാർക്കാണ് എനിക്ക്. പക്ഷെ ഇരിക്കും, 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ഇരിക്കും, ഒന്നും അറിയത്തില്ല, പോയി കിട്ടും. പക്ഷെ ഇടയ്ക്ക് ഞാൻ എന്റെ ബോധം പോകും, പിന്നെ തിരിച്ചു വരും, ഞെട്ടി അങ്ങ് തിരിച്ചു വരും, എവിടെ പോകുന്ന അറിയത്തില്ല. അങ്ങനെ അപ്പം ഞാൻ മെഡിറ്റേഷൻ ചെയ്തിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഞാൻ ഇത് കാരണം ക്ലോസ് ചെയ്യും. പിന്നെ ഞാൻ ബോധം വരും, പിന്നെ എടുത്ത് ബാക്കി കണ്ടിന്യൂ ചെയ്യാൻ നോക്കും, പിന്നെ അത് ബ്ലോക്ക് ആക്കും. പിന്നെ അതുകൊണ്ട് മെഡിറ്റേഷൻ ഇപ്പം നിർത്തിയിട്ട് ഞാൻ വെറുതെ ഇരിക്കത്തേ ഉള്ളൂ. കാരണം മറ്റൊന്നില്ല, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല, ബ്ലോക്ക് ചെയ്ത് മൈൻഡ് വിട്ടു പോകുന്നു. മൈൻഡ് വിട്ട് എവിടെ പോകുന്നു ഒന്നും അറിയത്തില്ല, ഇരുട്ട് ഡാർക്കാണ് എന്ന് ഇതുവരെ. പിന്നെ ഇടയ്ക്ക് വെച്ചൊന്ന് കണ്ടുവെച്ചാൽ നമ്മളെ പച്ച ദേവി ഉണ്ടല്ലോ, ഞാൻ ഇതുവരെ പച്ച ദേവിയെ കണ്ടിട്ടില്ല. നമ്മൾ പടങ്ങൾ കണ്ടു കാണുമായിരിക്കും, പക്ഷെ എന്റെ ഓർമ്മയിലൊന്നുമില്ല. പച്ച നിറം ദേവിക്ക്. അപ്പനൊക്കെ അടഞ്ഞ് നല്ല ക്ലിയർ ആയിട്ട് കണ്ടിട്ട് ഒരു 10 മിനിറ്റ്, അതിന്റെ അന്ന് തന്നെ 10 മിനിറ്റ് കഴിയുമ്പോൾ ഗണപതി, ഇത്രേ കൈകളുള്ള ഗണപതി അന്ന് തന്നെ കണ്ടതാ. ഇത് രണ്ടും ഞാൻ കണ്ടിട്ടുള്ളൂ മെഡിറ്റേഷൻ ഇരിക്കുന്നുണ്ടോ. പിന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള ഇത് കിട്ടും, മണി കിട്ടിയിട്ടുണ്ട് സാറേ. അതായത് ബെല്ലെന്ന് വെച്ചാല് ചെറിയ ബെല്ലൊന്നുമല്ല, അമ്പലത്തിലെ വലിയ ബെല്ലുണ്ടല്ലോ, വലിയ മണിനാഥം, ഭയങ്കര വലുത്. അതാ വന്ന് അടിച്ചോണ്ടിരുന്നത്. അതടിച്ച് ഞാൻ ചിന്തിക്കും, ഇതെന്തോ ഇവിടെ അമ്പലത്തിലടിക്കണം, എന്നാ എനിക്ക് ഉള്ളിൽ വരുന്ന വെച്ചത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇത് ഞാൻ ഓർമ്മയിൽ ഉണർന്ന് വന്നപ്പോഴത്തേക്ക് ഈ നാദം പോകുന്ന സൗണ്ട് ഉണ്ടല്ലോ, നമ്മൾ ഉണരുമ്പോഴും പോകുന്ന ആ വഴി നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ ഇമാജിൻ ചെയ്ത് അല്ലാന്ന് കാണിക്കുക. അതായത് നമ്മൾ ഉണർന്നിരിക്കുമ്പോഴും ആ നാദം പോയിന്റ് സൗണ്ട് നമ്മൾ കേട്ടോണ്ടിരിക്കുക. അങ്ങനെ പിന്നൊരു അനുഭവം സാറേ, ഈ നവരാത്രി വന്നപ്പോ ദേവിയുടെ അന്ന് ലാസ്റ്റ് ദിവസം, അന്നാണ് എനിക്ക് ശംഖുളി കേൾക്കുന്നത്, ശംഖിന്റെ സൗണ്ട്. ലാസ്റ്റ് ദിവസം അമ്മയുടെ ദിവസം അന്ന് നല്ലൊരു അതും ശംഖുളി കേട്ട്. അത് വെച്ചാൽ അത് അന്ന് നവരാത്രി തീരുന്ന ദിവസമാണ്. അതും ഞാൻ ശംഖ് എങ്ങനെ വിളിക്കുന്ന കുറേ നേരം കേട്ടോണ്ടിരുന്നപ്പോ ഞാൻ ബോധം വന്നപ്പോണ്ടല്ലോ, ശംഖ് പോകുന്ന ലാസ്റ്റ് ഉണർന്നപ്പോ ശംഖിന്റെ ഒളി തീർന്ന് പോകുന്നവരെ ഞാൻ കേൾക്കുക. അപ്പോഴും തെളിവാണത്, കേട്ട കറക്റ്റാന്ന് എന്നുള്ള ഇതില്ല തോന്നുന്നു എനിക്ക്. അത് കഴിഞ്ഞ് ഇപ്പൊ മെയിൻ വിഷയം സാറേ, എനിക്ക് മെഡിറ്റേഷൻ തുടങ്ങിയ അന്ന് മുതൽ നമ്മളെ ടോപ്പിൽ ഭയങ്കരമായി കറക്കുവാണ്. നല്ലവണ്ണം കറങ്ങിയിട്ട് മുകളിലോട്ട് കുത്തുകയും ചെയ്യും. ഡ്രില്ല് ചെയ്തതിനൊക്കെ ആദ്യമൊക്കെ അങ്ങനെ ആയിരുന്നു. രണ്ടാമത് മുകളിലോട്ട് വലിച്ചെടുത്തോണ്ട് പോവുകയും ചെയ്യും. അത് അന്ന് മുതൽ 3 വർഷം കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക, സ്റ്റോപ്പില്ല. വെറുതെ ഇരിക്കുമ്പോൾ ഇപ്പോഴൊന്നുമില്ല, സ്പിരിച്വലായിട്ട് ചിന്തിച്ചാലോ ഞാൻ വെറുതെ ഇരുന്നാലോ ജോലി ചെയ്യുമ്പോഴൊന്നും സാധനം വരത്തില്ല. അല്ലെങ്കിൽ ഇങ്ങനെ കറക്കും. ആദ്യമൊക്കെ ആണല്ല ചട്ടിത്തൊപ്പി കണക്ക് വന്ന് കവർ ചെയ്യും. പിന്നെ ഓരോ എവിടെയാണ് കറങ്ങുന്നത്? നമ്മളെ സഹസ്രതാളത്തിൽ അത് ടോപ്പിലാണ്. അവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങും. ഇത് 24 മണിക്കൂറും ഉണ്ടാവും. ഞാൻ ഇതിനാ ഉറങ്ങുമ്പോൾ കാണത്തില്ല.
അല്ലെങ്കിൽ ഞാൻ ഉണങ്ങിയിരിക്കുവാണെങ്കിൽ ഇത് എപ്പോഴും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. പിന്നെന്ന് വെച്ചാൽ എനിക്ക് എല്ലാ ചക്രത്തിൽ നിന്ന് ആനന്ദം വരും. ആനന്ദം സുഖമാണ് വരുന്നത്, നല്ല സുഖമാണ് വരുന്നത്. ഒരു നല്ലൊരു സുഖം എല്ലാ ചക്രത്തിൽ നിന്നും വരുന്നുണ്ട്, ഒരു സുഖം വരുന്നുണ്ട്. പിന്നെ ഈ മുകളിൽ ഇത് കറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു നല്ലൊരു കഴപ്പാണ്, ശരീരം മൊത്തം ഒരു കഴപ്പ് കണക്കാം. പിന്നെ ആജ്ഞാചക്രം ഇടിച്ചിട്ട് നേരെ ടോപ്പിൽ, പിന്നെ ബാക്കിൽ നമുക്കൊരു പീനർ ഗ്രന്ഥിയോ അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. അതിലൊരു അനക്കം തട്ടുള്ള ശരീരം മൊത്തം പൂക്കും, ചിലപ്പം ഒന്ന് പൂത്തങ്ങ് മാറും, അവിടുന്ന് ഇങ്ങനെ പൂത്ത് മാറും. ഇത് 3 കൂടെ കണക്റ്റ് ആണ് എപ്പോഴും, അതിങ്ങനെ തുടിച്ചോണ്ടേ ഇരിക്കും എപ്പോഴും. 3 ചക്രം ഇടയ്ക്കിടയ്ക്ക് ആജ്ഞാചക്രത്തിൽ കറങ്ങുന്നത് സഹസ്രാരമല്ല, അത് അതിന്റെ അടുത്ത ചക്രമാണ്. ആണോ? അത് ത്രികോണം കണക്കാണ് കിടന്ന് കറങ്ങുന്നത്. പിന്നെ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മള് കുണ്ടലിയിൽ നിന്നൊരു എനർജി മുകളിലോട്ട് പോകും. അത് ചെന്ന് കയറുമ്പോൾ ഭയങ്കര സുഖമാണ് നമുക്ക്. എനിക്ക് ഒരു ദിവസം ആ മൈൻഡ് ഔട്ടായി നിന്ന്, അതായത് ഒരു ചിന്തകളും ഇല്ലാത്ത ഒരു ദിവസം, എനിക്കതെല്ലാം ഒരു ദിവസം കിട്ടുന്നത്. മൈൻഡ് ഔട്ട്, എനിക്കൊരു ചിന്തകളും ഇല്ല, ഒരു ദിവസം എനിക്കറിയാൻ പറ്റും, ഞാൻ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു ചിന്തകളും ഇല്ല, ഭയങ്കര രസമായിരുന്നു അന്ന്. പിന്നെ വെച്ചാൽ ഒരു ദിവസം, ചില ദിവസങ്ങളിൽ ദേഹം മൊത്തം ആനന്ദമായി, സുഖമായിരിക്കും, ഭയങ്കര രസം, ഒരു ജോലി ചെയ്യാൻ തോന്നത്തില്ല നമുക്ക്, ഇങ്ങനെ നടക്കും. അത് ഇടയ്ക്കിടയ്ക്ക് ഓരോ ചക്രത്തിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട്, അങ്ങനെ കുറെ അനുഭവമുണ്ട്. പിന്നെ എന്റെ മെയിൻ പ്രശ്നം വെച്ചാൽ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വെച്ചാൽ സാറേ ഈ ഞരമ്പ് ഇങ്ങനെ കെട്ടി നിർത്തും ചിലപ്പോ ഉണ്ടല്ലേ, ഓരോ ഞരമ്പ് തല ഇങ്ങനെ കെട്ടി, നമ്മളെ ട്യൂബിനകത്ത് വെള്ളം നിറച്ചിട്ട് കിട്ടത്തില്ലേ നമ്മളെ, അതേ കണക്കാണ്, കെട്ടി നിർത്തും. എന്നിട്ട് പല കോണിൽ ഇങ്ങനെ കിട്ടുന്നതാണ്, ഒരു ബ്രെയിനെ മാത്രം പിടിച്ച് കെട്ടി നിർത്തുന്നതാണ്, ഇപ്പുറത്തെ ബ്രെയിനെ കെട്ടി നിർത്തുന്നതാണ്, പല ടെക്നിക്കിലൂടെ അത് ചെയ്തത്. പിന്നെ ഉള്ളില് തനിയെ നടക്കുകയാണ് ഈ ബന്ധാസ് എന്ന് പറയും, ബന്ധങ്ങൾ എന്ന് പറയും, യോഗയില് ബന്ധങ്ങൾ എന്ന് പറയും. ജലാന്തര ബന്ധം എന്നുള്ള ഒരു സംഭവമൊക്കെ സംഭവിക്കുകയാണ് നമുക്ക് ഉള്ളിൽ. അപ്പോ അതൊക്കെ എല്ലാം ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നതാണ്, എല്ലാം വളരെ ശരിയായിട്ടുള്ള പാതയിലാണ്. സാധാരണ നമ്മളത് ബോധപൂർവം ആ ബന്ധാസൊക്കെ ചെയ്യുകയാണ് ചെയ്യുക. നിങ്ങളത് ചെയ്യാതെ നിങ്ങൾക്ക് ഉള്ളിൽ തന്നെ അത് സംഭവിച്ചുകൊണ്ടിരിക്കുക. അത് ഏറ്റവും ഉത്തമമായിട്ടുള്ള റിസൾട്ടാണ്. അത് തുടരണം. പക്ഷെ അതല്ല സാർ, അത് കഴിഞ്ഞ് വേറെ എന്ന് വെച്ചാല് ആദ്യമൊക്കെ ഒരു സഹസ്രാരത്തിന് ഓരോ തുള്ളി ഇങ്ങനെ എന്തോ ഒന്ന് ഇഴഞ്ഞു വരുന്ന കണക്ക് തോന്നുമായിരുന്നു, ബ്ലഡ് ഇറങ്ങുന്ന കണക്ക് തോന്നുമായിരുന്നു. പിന്നെ അത് ഇങ്ങനെ വന്ന് കൂടിയിട്ട് നമ്മളെ അച്ചപ്പം ഉണ്ടാക്കും വെച്ചിട്ട് ഞെക്കുമ്പോ ഇല്ല ബ്ലഡ് എന്തോ ഇങ്ങനെ പിരിഞ്ഞു വരും. ഇത് മൊത്തത്തിൽ തലവഴി ഇങ്ങനെ മൊത്തത്തിൽ നടുക്ക് നിന്ന് പീച്ചി എടുക്കുമ്പോ മുടി കണക്ക് ഇങ്ങനെ ഇറങ്ങി വരും. നമുക്കറിയാം ഒരു കുഴലിനകത്തൂടെ എന്തോ ഇറങ്ങുന്ന കണക്കാ മൊത്തത്തിൽ ഇറങ്ങുന്ന മുടി കണക്ക് ഇറങ്ങിയിട്ട് പ്രശ്നം എന്താ പറയാ, ഇത് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ എന്റെ ഇതിൽ തെറിച്ച് താഴോട്ട് വീഴും, ദേഹത്ത് വന്ന് വീണ് പൊട്ടും, ദേഹത്ത് വന്നിട്ട് പൊട്ടും. ഏറ്റവും സൗണ്ടും കേൾക്കും, നല്ല സൗണ്ട് എനിക്ക് കേൾക്കാൻ പറ്റും, ദേഹത്ത് വന്ന് വീഴുന്നേ അറിയാൻ പറ്റും. പക്ഷെ ഇതിന് തെളിവ് തരുന്നത് എന്താ പറയാ, എന്റെ കൺപീലി വന്ന് വീഴും സാറേ ഇതിന്ന് വന്നിട്ട്. അപ്പൊ ഞാൻ വല്ല പൊടിയാണെന്ന് പറഞ്ഞ് ഞാൻ നോക്കാറുണ്ട്. അപ്പൊ കൺപീലി വന്നിട്ട് പൊട്ടും, അത് പീക്ക് പറഞ്ഞ് പൊട്ടും. അങ്ങനെ അവർ കുറച്ച്, ഇപ്പൊ അതില്ല, ആദ്യമൊക്കെ ആയിരുന്നു ഇങ്ങനെ വന്ന് പൊട്ടി വീഴും. അത് ഞാൻ വിചാരിച്ചു വേറെ വെള്ളമോ എന്നൊക്കെ ആകും, പക്ഷെ അങ്ങനല്ല വരുന്നത്. പക്ഷെ ഇത് എനർജി അതിങ്ങനെ ഉണ്ടായിരുന്നു കുറച്ച് നാൾ, അതായിരുന്നു. അത് കഴിഞ്ഞ് സാറേ ഞാൻ മെഡിറ്റേഷൻ ഇരിക്കുമ്പം എന്റെ കൈ വലത് കൈയിൽ നിന്ന് ഒരു പവർ പോയിട്ടുണ്ട്, ഇടത് കൈ കറണ്ടടിക്കും. ആദ്യം എനിക്ക് തോന്നിയിട്ട് ഞാൻ ചിലപ്പോൾ നമുക്ക് കയ്യിൽ ഇങ്ങനെ അടിക്കാൻ തോന്നാറുണ്ടല്ലോ, പക്ഷെ 3 വട്ടം എനിക്ക് അതിന് സൗണ്ടും കേൾക്കും, ഇടത് കൈയിലോട്ട് പവറും കയറും, സ്പാർക്ക് അടിക്കുന്നവർ. സ്പാർക്ക് ആവും. അത് മാത്രം അല്ല, ഞാൻ പിന്നെ മെഡിറ്റേഷൻ ചെയ്തിട്ട് ആ ഉടുപ്പ് അങ്ങോട്ട് എടുത്തതിന് രാത്രി നമ്മൾ ഇരുട്ടത്തില്ലേ ചെയ്യുന്ന, ഉടുപ്പെടുത്ത് തന്നെ മാറ്റുമോ എന്തെങ്കിലും മാറ്റി പറ്റില്ല, തിരികിരാന്നുണ്ടല്ലോ നമ്മള് കറണ്ട് പോകത്തില്ലേ, സ്പാർക്ക്. കുട്ടികളൊക്കെ ഉണങ്ങിയ ചീർപ്പ് ഉണങ്ങിയ മുടിയിൽ വെച്ച് ഉരച്ചിട്ട് പേപ്പറിന്റെ അടുത്ത് പോയാൽ ആ പേപ്പർ അതിലേക്ക് പിടിക്കും. അതുപോലെ രോഗം എഴുതി നിൽക്കുന്ന പോലെ അത് വൈദ്യുതി ഉള്ളിലെ ഈ ബയോ ഇലക്ട്രിക് എനർജി കുണ്ടലിനി ഊർജം ശരീരത്തിലൂടെ പ്രവഹിക്കുമ്പോൾ ഉണ്ടാവണ അതാണ്. അപ്പോൾ ആ നൂലൊക്കെ എടുത്ത് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഷർട്ടൊക്കെ ശരീരത്തിൽ ഇങ്ങനെ ഒട്ടി വരും. നമ്മൾ എടുക്കുമ്പോഴും ശരീരത്തിൽ ഊരുമ്പോഴും ശരീരത്തിൽ അത് ഒട്ടിക്കൊണ്ടിരിക്കും.
ഇത് ഒട്ടുമല്ല സാർ. ഇതും കൊണ്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എനർജി ഇങ്ങനെ പാസ് ആവിടുന്നു. ഇങ്ങനെ തിരികിരികിരി നല്ല മഞ്ഞ എനർജി ഉണ്ടല്ലേ, നമ്മൾ ഷോക്ക് വരത്തില്ലേ മോളിൽ നിന്ന്, അത് കണക്ക് പോകും. അത് ഞാൻ കിടന്നിട്ട് എണീച്ചാൽ പോലും അതെടുത്ത് രാത്രി എടുത്തു കഴിഞ്ഞാൽ തിരികിര സൗണ്ടും കേൾക്കും, ആ എനർജി ഇങ്ങനെ പാസ് ചെയ്ത് പോകും ഏത് ഡ്രസ്സിലായാലും. അതൊരു ഇത്. പിന്നെ എന്റെ പ്രശ്നം വെച്ചാൽ ഇതിങ്ങനെ 24 മണിക്കൂറും കിടന്ന് കറങ്ങുന്നുണ്ട്. അതൊരു ഇതെന്താണെന്ന് അറിയാൻ വയ്യ. ചക്രായാണ്, അത് കറങ്ങിക്കോട്ടെ, അതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന്റെ പിന്നെ പൂർത്തീകരണമാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ചാനൽ ഇത്രയും ഓപ്പണായിട്ട് ഇരിക്കുകയാണ്, ഇത്രയും ചക്രാസൊക്കെ ഓപ്പണാണ്, ഒരു ബ്ലോക്കും ഇല്ലാതിരിക്കുമ്പോൾ പിന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് ആ മെഡിറ്റേഷൻ തുടരാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ്. അത് തുടർന്നാൽ ധൈര്യമായിട്ട് തുടർന്നോളൂ. പിന്നെ ഏത് അനുഭവം വന്നാലും അതിനെ പോസിറ്റീവായിട്ട് സ്വീകരിച്ചാൽ മതി. ഇപ്പോൾ ഒന്നും കാണുന്നില്ലെങ്കിലും കുഴപ്പമില്ല, അത് അടുത്തത് കാണും. എല്ലാത്തിലേക്കും അങ്ങനെ ഒറ്റയടിക്കല്ലല്ലോ നമ്മൾ കാണുന്നത്, ഓരോരോ സ്റ്റേജിൽ കൂടെ അല്ലേ പോകുന്നത്. അപ്പോൾ വന്ന അനുഭവങ്ങളെയൊക്കെ അതേപടി സ്വീകരിച്ച് മുന്നോട്ട് പോയാൽ അടുത്തൊരു സ്റ്റേജിലേക്ക് എത്തും കേട്ടോ. അപ്പോൾ മെഡിറ്റേഷൻ തുടരുകയാണ് നമുക്ക് ചെയ്യാനുള്ള ഒരേ ഒരു വഴി. അല്ല, ക്രിയ ചെയ്യണം, അത് വെറുതെ ഇരുന്നാൽ മതിയോ സാറേ? അല്ലാതെ ചെയ്യണം, ക്രിയ ചെയ്യണം. ക്രിയ ചെയ്യണം. ഒരു സ്റ്റേജ് എത്തുന്നതുവരെ, ഇതിന്റെ ഒരു പൂർത്തീകരണം എത്തുന്നവരെ നമ്മൾ എല്ലാം ക്രിയ ചെയ്യണം. അത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയും. പിന്നെ അത് നമ്മൾ ചെയ്യേണ്ടതില്ല. അയ്യോ സാറേ, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഞാൻ കുറച്ചാള് ഗായത്രി മന്ത്രം ചെല്ലുമായിരുന്നു. ആദ്യം എന്റെ വായിൽ നിന്ന് വരുന്നത് നല്ല മധുരം വന്നുകൊണ്ടിരുന്നു. നല്ല മധുരം വരും. ഒരാഴ്ച 2 ആഴ്ച പുറത്ത് മധുരമായിരുന്നു, വായി മൊത്തം മധുരം. എന്ത് കഴിച്ചാലും മധുരം, അല്ലാതെ തന്നെ മധുരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് കുറച്ചു നാൾ കഴിഞ്ഞ് മധുരം മാറി അത് പുളിയായി. നല്ല പുളിഞ്ചിക്കയുടെ പുളി വരും വായില്, എന്നാൽ ഉള്ളിലോട്ട് പോകത്തില്ല. അത് കഴിഞ്ഞിട്ട് സാറേ വരുന്ന ഉപ്പ്, നല്ല ഉപ്പ്, കാഞ്ഞിരം കഴിക്കുന്ന ഉപ്പ് ഇങ്ങനെ വരും വായി കൂടെ. അത് കുറച്ച് നാൾ പാസ് ചെയ്ത് എനിക്ക് ഇത് ഇപ്പൊ എല്ലാവരും മിക്സ് ചെയ്താ വരുന്നത്. ഇപ്പൊ എന്റെ തുപ്പലിന്റെ ഇതെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങാ വെള്ളം ഇല്ലേ, ഇതാണ് അമൃത് എന്ന് പറയുന്നത്. പീനിയൽ ഗ്ലാൻഡിന്റെ ഹോർമോണാണത്. ഇതിനെയാണ് നമ്മൾ അമൃത് എന്ന് പറയുന്നത്. അത് വെടല കരിക്കില്ലേ, മൂത്ത കരിക്കല്ല, അല്ലാതെ കുഞ്ഞൻ കരിക്കിന്റെ ആ വെള്ളം കുടിക്കുമ്പോൾ എങ്ങനെയാണോ ആ ചെവ വരുന്നത്, അതാണ് എന്റെ ഇപ്പോഴും കണ്ടിന്യൂസ് ആണത്. എപ്പോ ആ മറ്റേ എന്താ തുപ്പലിന്റെ ഇതേ മാറി, പക്ഷെ ഇതാണ് എന്റേത്. അതന്നെ, ഇത് കിട്ടാൻ വേണ്ടിയാണ് എല്ലാവരും തപസ് ചെയ്യുന്നത്, എല്ലാവരും യോഗം പ്രാക്ടീസ് ചെയ്യുന്നത്, ഈ അമൃത് പൊഴിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ആനന്ദത്തിലേക്ക് നമ്മളെ നയിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ അസുഖങ്ങളൊന്നും പിന്നെ വരില്ല. ഇത് വന്നു തുടങ്ങിയാൽ ദീർഘായുസ്സായിരിക്കും. ഉടനെ നിങ്ങൾ വളരെ അത്രയും സൗഭാഗ്യവാനാണ്. ആ ധ്യാനം വേഗം തുടരുക, ഒന്നും ഓർക്കണം, ഒരു നിമിഷം പോലും നഷ്ടപ്പെടുത്താതെ അത് തുടർന്നാൽ വലിയൊരാളാവാൻ പോവുകയാണ്. അതിന്റെ ലക്ഷണങ്ങളാണ്. സാറേ ഇതേ ഒരു വാക്ക് വേറൊരാൾ എന്നെ വിളിച്ചിട്ട്, ഒരു കളരി ഗുരുക്കളാണ് ഇദ്ദേഹം, പൂജ്യം കാര്യങ്ങൾ അയാൾ പറഞ്ഞു, ഷിജി ഇങ്ങനെ ചെയ്യേണ്ടതല്ല, നീ വലിയൊരാളാവണ്ടേന്ന്. അപ്പോഴുണ്ടല്ലോ എന്റെ ടീനേജ് ഗാർഡിൽ നിന്ന് അന്ന് കേട്ട വാക്കുണ്ടല്ലോ, അവിടെ നിന്നുണ്ട് പൂത്തിട്ടുണ്ട്, ശരീരം മൊത്തവും പൂത്ത്. അതേ കണക്ക് സാർ ഇപ്പൊ അത് പറഞ്ഞപ്പോഴും ശരീരം മൊത്തവും കയറി പൂത്ത്. അപ്പോൾ അതാണ് നമ്മളുടെ ജന്മനിയോഗം. ഇത് ചെയ്താൽ പെട്ടെന്ന് ഇനി വേറൊരു ആളാണ്, അത് ഒരാള് എന്ന് ഞാൻ പറയാൻ പാടില്ല, ആ വാക്കിപ്പോൾ നമുക്ക് അതേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് അത് ഉപയോഗിക്കണമെന്നേ ഉള്ളൂ. ഇനി ആവാൻ പോകുന്നത് മനുഷ്യനിൽ നിന്ന് അപ്പുറം കിടക്കാൻ പോവുകയാണ്, ദേവനാവാൻ പോവുക. അതാണ് ദൈവികത പ്രാപിക്കുന്നത്, ദേവനാവാൻ പോവുക. അപ്പൊ അത് വേഗം തുടരൂ, അത്രയും സൗഭാഗ്യവാനാണ് കേട്ടോ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ എന്തെങ്കിലും കേട്ടാൽ പോരാ, അതിൽ നിൽക്കരുത്. നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളിൽ വിശ്വാസം വന്നിട്ടില്ല, നിങ്ങൾ അത് നിർബന്ധമായും ചെയ്യണം. ചെയ്തിട്ട് നമ്മൾ അപ്പുറം. അല്ല സാറേ, എന്ന് വെച്ചാല് ഞാൻ കുറെ കാര്യങ്ങൾ ഏറ്റിട്ടുണ്ട് മനസ്സുകൊണ്ട്, അത് ചെയ്തിട്ട്. പക്ഷെ എനിക്ക് സ്വത്തിനോടോ അന്ന് കുഞ്ഞിലെ തൊട്ട് എനിക്ക് ആഗ്രഹം, സൗന്ദര്യം, സ്വത്ത് ഒന്നും ആഗ്രഹമില്ല. എനിക്ക് ഒന്നിനോടും താല്പര്യം കുഞ്ഞിലെ തൊട്ട് എനിക്കില്ല. പിന്നെ കല്യാണം കഴിച്ചു കാര്യം മക്കളെ ഒന്ന് വളർത്തണമെന്ന് എല്ലാം നടക്കുന്നത് ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ലോകം മുഴുവൻ നിങ്ങൾക്ക് സ്വന്തമാണ്. അത് മനസ്സിലാക്കിയാണ്.
എന്നുവെച്ചാൽ ഇത് മുഴുവൻ ഇതിൻ്റെയൊക്കെ അധിപനാവുന്നല്ല, പക്ഷെ വേറെ ഒന്നിനും പകരം വെക്കാൻ പറ്റാത്തൊരു സാധനമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ലോകത്തിൻ്റെ മൊത്തം സമ്പാദ്യം തന്നാലും പിന്നെ അത് വേണ്ട, എനിക്ക് ഇത് മതി എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടി തേടൂ. ഈ പ്രപഞ്ചം മുഴുവൻ അത് നിങ്ങൾക്ക് ഒരുക്കി തന്നിട്ട് പിന്നെ അതിനെ പകാതി വഴിയിൽ ഇട്ടെറിഞ്ഞിട്ട് കളയരുത്. അത്രയും വലിയ സൗഭാഗ്യമാണ് കേട്ടോ. അത് ഇന്നെ തുടരും, ഇന്നെ തുടരും കേട്ടോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചെയ്തുകൊണ്ടിരുന്നത് മാത്രം ചെയ്താൽ മതി. പുതിയതൊന്നും പഠിച്ച് നീ പ്രശ്നമാക്കരുത്. നിങ്ങൾ മുമ്പ് ചെയ്തിരുന്നത് ഏതാണോ, നിങ്ങൾക്ക് ഏറ്റവും അനുഭൂതി കിട്ടിയത് ഏതാണോ അതിൽ തന്നെ തുടരുക. അതായിരിക്കും നിങ്ങളുടെ വഴി. അത് വിട്ടുകളയരുത്. സൂര്യനിൽ നിന്ന് ഞാൻ ചക്രം കാണാറുണ്ട് കേട്ടോ. സൂര്യനിൽ അത് ചെയ്തോളൂ. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും വേണ്ട, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അത് ചെയ്യുക. അത് ഉടനെ ഒരു ഉപേക്ഷയും കാണിക്കരുത്, പെട്ടെന്ന് ചെയ്യാം. ആയിക്കോട്ടെ. ഞാനത് ഈ അനുഭവങ്ങൾ യൂട്യൂബിൽ ഷെയർ ചെയ്യാം. പേരും ഭാഗമൊക്കെ ഒഴിവാക്കി. പേരൊന്നും വേണ്ട, പേര് പറഞ്ഞിട്ടുമില്ല, ഞാൻ ചോദിച്ചിട്ടില്ല, ഒഴിവാക്കാം. ശരി. ആവശ്യമുണ്ടെങ്കിൽ സാറിനെ വിളിക്കും. തീർച്ചയായിട്ടും ഇത് ചെയ്തിട്ടേ വിളിക്കാവൂ. പക്ഷെ എന്നോട് ഇത് ചെയ്തിട്ടേ വിളിക്കാവൂ. തീർച്ചയായും. ഇത് ചെയ്യുന്നില്ലെങ്കിൽ എന്നെ വിളിക്കുകയും വേണ്ട. ഇത് ചെയ്യുന്നില്ലെങ്കിൽ എന്നെ വിളിക്കുകയും വേണ്ട പറയാം. ഇല്ല സാറേ, തുടങ്ങും. ശരി. ഓക്കെ സാർ, താങ്ക് യു സാർ. ആ ശരി.